അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ ഉമ്മാക്ക് എടുത്തിട്ടുള്ള ഒരു ചുരിദാർ, അത് അളവ് തികയില്ല, അളവ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറ്റിച്ച് വേറെ എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗായിരുന്നു കേട്ടോ. എല്ലാ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ ടൈലർ വിളിച്ചത്, ഇത് തുണി തികയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം അത് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. പിന്നെ എനിക്ക് ഞാൻ ഇവരുടെ കൂടെ കൂടിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂണിഫോം അടിക്കാൻ കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്ത ചുരിദാർ XXL ഗൈസ്. ഞാൻ സൈസ് നോക്കാണ്ടാണ് പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഷേപ്പാക്കാനും ഉണ്ടായിരുന്നു. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് തന്നെയാണ് ഉള്ളത് ഇപ്പോഴും, ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചുരിദാറിൻ്റെ ബിറ്റുമ്മാൻ്റെ ബിറ്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ട്. അപ്പം എന്താ അവിടെ പോയിട്ട് ഇവന് രാവിലെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താണ് ഉറക്കം വന്നിട്ടുള്ളൊക്കെ ഒരു കളിയായിരുന്നു. ആ എടുത്തേർന്ന കുട്ടീനെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ കുറേ മോഡൽസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കവറിലിരിക്കുന്നതാണ് ഉമ്മ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു ബ്ലൂ കളറില്ലേ, ഒരു സിയാൽ, ആ ഒരു ഷെയ്ഡിലുള്ള ആ ഒരു സംഭവമാട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും കൊച്ചനും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കേണ്ടത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗന്ന പറഞ്ഞു അങ്ങനെ നിൽക്ക്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മമ്മൂൻ്റെ കയ്യിൽ നല്ലൊരു കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാനാണ് പറയണത്. അപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അവന് അഭിനയിക്കാൻ തീരെ അറിയില്ല ഗൈസ്. അവൻ ഭയങ്കര എന്താ പറയുക, ദേഷ്യം വന്നിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷനാണ് ഇട്ടുതരുന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ താലോലിക്കണ പോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ആൾ നല്ല മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് കളിക്കാനുള്ള മൂഡായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വിളിച്ച് കൊണ്ടുപോയ കാരണം അങ്ങനെ ആകെ ഒരു ടെറർ വൈബിലായിരുന്നു കേട്ടോ നമ്മൾ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മനോട് ആ ബ്ലൂ എടുത്തോ, വേറെ ഒന്നും അതുകൊണ്ട് ഇഷ്ടമാവുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ ഈ ബ്ലൂ ഇഷ്ടമായ കാരണം വേറെ ഒന്നും ഞങ്ങൾ നോക്കണമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിൽക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഈ കോട്ടൻ്റെ ബിറ്റ് ഉണ്ടാവില്ല, മെറ്റീരിയലായിട്ട് സെറ്റായിട്ടുള്ളത്, അത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും രണ്ടെണ്ണമൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആ നീല തന്നെ വന്ന് മൂക്കും കുത്തി വീണു കേട്ടോ. പിന്നെ അത് ഞാൻ ഗന്നാൻ്റെ കുറച്ച് അച്ഛനും കൊച്ചാനും വീഡിയോസ്, ഗന്നാൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ. ഗന്നാൻ്റെ ഫാൻസാണ് ഈ വീഡിയോ മൊത്തം കാണുന്നത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഗന്ന എൻ്റെ ബാക്കിലുണ്ടായിരുന്ന ചേച്ചീനെ വായ നോക്കായിരുന്നു കേട്ടോ. അത് ഞാൻ പറയായിരുന്നു, പെണ്ണുങ്ങളെങ്കിലും വെറുതെ വിടടിയെന്ന്. പിന്നെ നമ്മൾ അവർ ബില്ലിടാൻ നേരത്തെ എനിക്കൊരു സ്റ്റൂള് കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ടൈലർ ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് നടന്ന് പോവുകയാണ്, മന്ദം മാരുതൻ. ദെൻ പിന്നെ മമ്മൂനായിട്ട് കുറച്ച് കളിച്ച് അവന് നല്ല കടിക്കാനുള്ള പല്ലൊക്കെ ഫുൾ വന്നിട്ടുണ്ട്. ഫുള്ളല്ല കേട്ടോ, ഉള്ളിൽ കുറച്ചുകൂടെ വരാണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല വേദനയുള്ള കടി ചെക്കൻ കടിക്കും. അത് ഉമ്മ ചീത്ത പറയുമ്പോഴാണ് അങ്ങനെ പാവം പോലെ നോക്കിയിരിക്കണം കേട്ടോ. എൻ്റെ മോളെ കടിക്കണ്ടടാ എന്ന് പറയുമ്പോഴാണ് അവനങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇരുന്നത്. പിന്നെ ഗന്നേൻ്റെ വീണ്ടും വീഡിയോസ് കേസ്. പിന്നെ നമ്മൾ ഓട്ടോ കയറിയിട്ട് ഒരു ഹോട്ടലുണ്ട് നമ്മുടെ അടുത്ത് തന്നെ, ഇക്കായിസ് എന്ന് പറഞ്ഞിട്ട്. ആ പോണ ആൾ എൻ്റെ ഉമ്മേൻ്റെ കസിൻ ബ്രദർ കേട്ടോ. അപ്പോൾ ആൾക്കൊക്കെ മുമ്പ് ബായൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ചന്തപ്പടി ഭാഗത്ത് പൊന്നാനി ചന്തപ്പടി ഭാഗത്ത് പെരുന്നാളിൻ്റെ ഒക്കെ ഒരു വൈബായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ടോയ്സും ഡ്രസ്സസും അതുപോലെ ഈ വഴിയോര കച്ചവടക്കാരും മൊത്തം ഉണ്ടാവും കേട്ടോ. അവർ മാത്രമല്ല, ഷോപ്സും ഒക്കെ ഭയങ്കര വൈബായിട്ട് എല്ലാവരും ഭയങ്കര ഇന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ രാവിൻ്റെ അന്ന് ഒരു 12 മണി 1 മണി 2 മണി വരെയൊക്കെ കച്ചവടം പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികമൊന്നും അങ്ങനെ പോകാറില്ല. ഉള്ള സമയത്ത്, ഉപ്പാക്ക് കുഴപ്പമില്ലാത്ത സമയത്ത് നമ്മൾ രാത്രിയൊക്കെ പോയായിരുന്നു. അപ്പോൾ പിന്നെ ഉപ്പാക്ക് ബൈക്കൊന്നും ഓടിക്കാനായിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്, അന്ന് നോമ്പുണ്ടായിരുന്നു കേട്ടോ ഗന്നാക്ക് മാത്രം. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് പൊറോട്ടും ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാളെ ഓൾറെഡി അൽഫാമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതായത് പെരുന്നാളിൻ്റെ ദിവസം. ഞാനിപ്പോൾ ഇതെന്ന് ഇടുന്ന എന്താണാവും, പെരുന്നാളിൻ്റെ എന്നായിരിക്കും ഈ വ്ളോഗ് വരുന്നുണ്ടാവും മിക്കവാറും. അപ്പോൾ നമ്മൾ പാർസലൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഗന്ന അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഗൈസ് തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വഴിയോര കച്ചവടമൊക്കെ ഞാൻ പറഞ്ഞില്ല, ടോയ്സും സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ണുകൾക്ക് മേടിക്കാനാണെങ്കിലും. അതുപോലെ നമ്മുടെ ഡെയിലി വെയർസൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാതിരി ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ സ്റ്റോൾ ഇട്ടിട്ട് അവരുടെ കച്ചവടം നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോമാമൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ അവൾ വീഴാൻ പോയിട്ട്. അപ്പോൾ അവളെപ്പോഴും ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാനെപ്പോഴും അത് കളിയാക്കിയിട്ട് വീഡിയോ എടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് പിടിക്കാണ്ടിരുന്നപ്പോഴാണ് വീഴാൻ പോയത്. അപ്പോൾ അവൾ പറയായിരുന്നു, പിടിച്ചിരുന്നാൽ കളിയാക്കിയിട്ട് വീഡിയോ എടുക്കും, പിടിക്കാണ്ടിരുന്നാൽ വീണത് വീഡിയോ എടുക്കും.
എന്നെക്കൊണ്ടൊരു സ്വസ്ഥതയില്ല ഗൈസ്. എല്ലാം ഞാൻ വീഡിയോ എടുക്കും, എല്ലാം ചെറുപ്പറ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചന്തപ്പടിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഇവളെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കണുണ്ട്. പിന്നെ ആ വണ്ടി പുതിയതായിട്ട് ബോയ്സ് ഇറക്കിയതാന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്തോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ ഈദ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയി. എല്ലാവർക്കും ഈദ് മുബാറക്ക്, ബലിപ്പെരുന്നാൾ ആശംസകൾ. നമ്മൾ പെരുന്നാൾ നോർമലായിട്ട് അങ്ങനെ വലിയ പുറത്ത് പോലും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ വീട്ടിൽ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ കണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വരാനായപ്പോഴേക്കും അമ്മൂന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗന്നേയിൽ ഫോൺ കൊടുത്തിട്ടൊരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് കാണുന്നുണ്ടായിരുന്നില്ല എന്താണ് അതിൽ വീഡിയോ റെക്കോർഡാണെന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് സെൽഫി വീഡിയോ എടുത്തു കേട്ടോ. അവൻ്റെ കണ്ണ് കണ്ടോ ഉറക്കം വന്നിട്ട് വന്ന് പറഞ്ഞ് അവനെ കയറി തൊട്ടിയിൽ ഞാൻ ആട്ടി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈദിൻ്റെ വ്ളോഗായിട്ട്. ഈദിന് വ്ളോഗ് എടുക്കുമെന്നുള്ളത് ഉറപ്പില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും ഗൈസ്.